ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു രാധികയോടും വരുണിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാധികാമ്മേ, ഈ വീഡിയോസുകൾ എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം രാധികാമ്മ ഇത്തിരി പേടിക്കേണ്ടി വരും. ഗീതു, ഈ വീഡിയോസുകൾ കിഷോറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കിഷോർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. 10 കോടി രൂപയാണ് അവൻ ഈ വീഡിയോ ഒളിപ്പിച്ചു വയ്ക്കുന്നതിൽ എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിതുവരെ ഞാൻ കിഷോറിന് കൊടുത്തിട്ടില്ല. എന്നാൽ നിനക്ക് 10 കോടി രൂപ തരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പറ, നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? 10 കോടി മതിയോ? അതിൽ മുകളിൽ വേണോ? അത് കേട്ടതും ഗീതു ഒന്ന് ചിരിച്ചു. ചെറുചിരിയോടെ ഗീതു, എന്തൊരു വർത്താന രാധികാമ്മ ഇത്! എൻ്റെ സ്വന്തം ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശിൽ നിന്നും തട്ടിയെടുത്ത് എനിക്ക് തന്നെ 10 കോടി തരിക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് കോടിക്കണക്കിന് രൂപ വാരിക്കോരി തരും എൻ്റെ കണ്ണേട്ടൻ. അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ നിങ്ങളോട് കാശ് ആവശ്യപ്പെടുന്നത്? എൻ്റെ ആവശ്യം അതൊന്നുമല്ല. നിങ്ങൾ എനിക്ക് പുറത്താക്കേണ്ട കാര്യമോ ഇല്ല. എനിക്കും കണ്ണേട്ടനും നിങ്ങൾ കാരണം ഒരാപത്തും വരില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്നൊന്നും ഞാൻ കരുതില്ല. പിന്നെ എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ വെറുതെ വിടാം. ഈ വീഡിയോസുകൾ ഞാൻ നിങ്ങൾ ആർക്കും കാണിച്ചു കൊടുക്കുകയില്ല. അത് കേട്ടതും എന്നാ പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നും രാധിക ചോദിക്കണം. അത് കേട്ടതും ഗീതു, അത് ഞാൻ ഇപ്പം പറയില്ല. എൻ്റെ ആദ്യത്തെ കാര്യം എന്താണെന്ന് നാളെ പ്രിയയെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക. ഗീതു പോയി കഴിഞ്ഞതും, അമ്മേ ഇനി എന്ത് ചെയ്യും? കിഷോർ ആ വീഡിയോസുകൾ ഗീതുവിന് അയച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ. നമുക്ക് അവനെ ഒന്ന് കാണണ്ടട മോനെ. അതെ അമ്മേ, കാണണം, അവനെ ഒന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നേരെ കിഷോറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് വരുൺ കിഷോറിനെ ചവിട്ടി തെറിപ്പിക്കുക. എടാ ദ്രോഹി, പരമനാറി, നീ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലടാ. ചതിയ, കൊടും ചതിയ. 1 കോടി രൂപ വാങ്ങാൻ വേണ്ടി ബാഗുമായിട്ട് വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കുറേ തല്ലി. അപ്പോൾ കിഷോർ വരുണിൻ്റെ കൈ തടഞ്ഞു. അതെ, ഒന്ന് നിർത്ത്. തല്ലുമ്പോൾ എന്തിനാ തല്ലുന്നെന്നെങ്കിലും പറഞ്ഞിട്ട് തല്ല്. നിന്നോട് ഞാനത് പറയണം അല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ വരുണിൻ്റെ അടിയിൽ കിഷോർ തെറിച്ച് രാധികാമ്മയുടെ കാൽക്കലിൽ വീഴുക. അപ്പോൾ രാധികാമ്മ കിഷോറിനെ പൊക്കിയെടുത്തു. അതിനുശേഷം 1 കോടി തരാമെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സ്പീഡിനാടാ നീ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത്. പക്ഷെ നീ ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? 1 കോടി രൂപയ്ക്ക് വേണ്ടി നീ ഓടി വന്നല്ലോ. എന്നാൽ ഞങ്ങൾക്ക് വിശ്വാസത്തോടെ നീ പറഞ്ഞ കാര്യം ഇതുവരെ വിശ്വാസമായിട്ടില്ല. നിന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ നീ എന്തിനാടാ ഗീതുവിന് അയച്ചു കൊടുത്തത്? അത് കേട്ടതും കിഷോർ, അതായിരുന്നോ കാര്യം? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനൊരാളെ ചതിക്കില്ല എന്ന് പറഞ്ഞാൽ ചതിക്കില്ല. നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ വെച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ട്. ആ പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഈസിയായിട്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അത് ഗീതുവിന് അയച്ചു കൊടുക്കുന്നത്? അത് മാത്രമല്ല, എനിക്ക് ആവശ്യമുള്ള പണം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാടാ അത് ഗീതുവിൻ്റെ കയ്യിലെത്തിയത്? അത് ഞങ്ങൾക്കറിയണം. എന്നാലും ഒരു മാർഗ്ഗമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഗീതുവിൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് അവർണിക മാത്രമാണ്. എൻ്റെ ഫോണിൽ നിന്നും അവളതെടുത്ത് അവർണികയ്ക്ക് അയച്ചു കൊടുത്തു കാണും. അവർണിക ഗീതുവിന് അയച്ചു കൊടുത്തു കാണും. അതേ നടന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇതുവരെ ആ വീഡിയോ ഗോവിന്ദ് സാർ കണ്ടിട്ടില്ല. അതെങ്ങനെ നിനക്കറിയാടാ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇന്ന് ജീവനോടെ ഇപ്പം എൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഗോവിന്ദ് സാർ എങ്ങാനും ആ വീഡിയോ കണ്ട നിങ്ങൾ ജീവനോടെ ഇവിടെ ഇങ്ങനെ നിൽക്കില്ലല്ലോ. അതൊന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആ വീഡിയോസുകൾ ഗോവിന്ദ് സാറിൻ്റെ കയ്യിലെത്താൻ അധികം നേരം വേണ്ട. മനസ്സിലായോ? എനിക്ക് പണം തന്നില്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് 3 വീഡിയോയാ. 3 വീഡിയോ. ഒന്ന് രാധിക മേഡത്തിൻ്റെ, പിന്നെ ഒന്ന് വരുൺ സാറിൻ്റെ, അതിനുശേഷം സുവർണയുടെ. അങ്ങനെ 3 വീഡിയോസും കൂടെ ഒരുമിച്ച് ഞാൻ ഗോവിന്ദ് സാറിൻ്റെ മൊബൈലിലേക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അറയ്ക്കലിൽ നിന്നും AGM-ൽ നിന്നും പടിയിറങ്ങേണ്ടി വരും. ഈ കിഷോറിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നും കിഷോർ പറയുവാണ്. ശരി, ഞങ്ങൾ എന്ത് ചെയ്യണം? നീ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ വീഡിയോ ഗീതുവിൻ്റെ കയ്യിൽ പോയി. അവളത് ആർക്കും കൊടുക്കില്ല, അതുറപ്പാ. പക്ഷെ നിങ്ങളെ അവൾ ഭീഷണിപ്പെടുത്തും. അതും വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് അവൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടാവും. അതിനു വേണ്ടിയായിരിക്കും അവൾ ആ വീഡിയോ എടുത്തത്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ഗീതു അത് ഗോവിന്ദ് സാറിനെ കാണിക്കില്ല. അങ്ങനെ കാണിക്കാതിരിക്കണമെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. പക്ഷേ ഇവിടെ ഞാനും ചില കാര്യങ്ങൾ ചെയ്യും.
അത് കേട്ടതും നീ എന്താടാ ചെയ്യാൻ പോകുന്നത്, നിനക്ക് എന്താ വേണ്ടത്? അത് കേട്ടതും ഞാനിത് ഗോവിന്ദ് സാറിന് അഴിച്ചു കൊടുക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കണമെങ്കിൽ എനിക്ക് കിട്ടിയ അടി തിരിച്ചെടുക്കണം. അത് കേട്ടതും രാധിക ഞെട്ടി. എന്ത് തിരിച്ചെടുക്കാനോ? അതെങ്ങനെ പറ്റും? തല്ലിപ്പോയില്ലേ, ഇനി എങ്ങനെ തിരിച്ചെടുക്കതേ പറ്റുമല്ലോ. ഞാൻ ആ അടി വരുണിന് തിരിച്ചു കൊടുക്കും. അത് കേട്ടതും അയ്യോ കിഷോർ വേണ്ട, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടല്ലേ, നിങ്ങളുടെ മോനെ തല്ലുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടല്ലേ, അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും വേദന തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ തല്ല് മുഴുവനും ഞാൻ ഇവന് തിരിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ആ വീഡിയോസുകളെല്ലാം ഗോവിന്ദ് സാറിന് അയച്ചു കൊടുക്കും. എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. വേണ്ട വേണ്ട, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്. അത് കേട്ടതും വരുൺ നീ തല്ലിക്കോടാ, നിനക്ക് തല്ലാൻ പറ്റുന്നിടത്തോളം നീ തല്ലിക്കോ, പക്ഷെ ആ വീഡിയോസുകളൊന്നും ഗോവിന്ദേട്ടൻ്റെ കണ്ണിൽ പോകരുത്. അത് കേട്ടതും കിഷോർ ഒന്ന് ചിരിച്ചു. കേട്ടോ, മകന് തല്ലുകൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, പിന്നെ അമ്മയ്ക്ക് എന്താ ഇത്ര വിഷമം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഒരൊറ്റ ചവിട്ട് വരുൺ തെറിച്ചു പോയി വീണു. അതിനുശേഷം കുറേ തല്ലി. എന്നിട്ട് ചവിട്ടാൻ പോയപ്പോഴേക്ക് വരുൺ വേണ്ട എന്നും പറഞ്ഞ് തടുക്കുക. എന്നിട്ട് കിഷോർ കൈ കൊടുത്തു. എഴുന്നേറ്റ് വാ. അപ്പോൾ വരുൺ രാധികയെ നോക്കി. രാധിക കണ്ണടച്ച് കാണിച്ചു. ഈ സമയം വരുൺ കിഷോറിൻ്റെ കൈ പിടിച്ച് എഴുന്നേക്കുക. അതിനുശേഷം എടാ, എനിക്ക് നിന്നെ തല്ലണമെന്ന് ഒരാഗ്രഹമില്ല, പക്ഷെ ഒരാളെ തല്ലുന്നതിന് മുമ്പ് കാര്യം എന്താണെന്ന് അന്വേഷിക്കണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നിന്നെ തിരിച്ചു തല്ലിയത്. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ തല്ലിയത് കൊണ്ടാണ് എനിക്ക് നിന്നോട് ദേഷ്യം കൂടിയത്. പക്ഷെ നമ്മളിങ്ങനെ തല്ലേണ്ടവരോ തല്ലിപ്പിരിയേണ്ടവരോ അല്ല, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നമ്മുടെ ശത്രുക്കളാണ് ഗോവിന്ദ് സാറും ഗീതുവും പിന്നെ അവിടെയുള്ളവരൊക്കെ. അതുപോലെ തന്നെ നമ്മളും അങ്ങനെയൊക്കെ വേണം നിൽക്കാൻ. അങ്ങനെ നമ്മൾ ഒത്തൊരുമയോട് നിന്നാൽ നമ്മൾ ആഗ്രഹിച്ചത് പലതും നടക്കും. മനസ്സിലായോ? അല്ലാതെ നമ്മളിങ്ങനെ പരസ്പരം വഴക്കിട്ട് നിന്നാലേ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഞാൻ ആഗ്രഹിച്ച പണം മുഴുവനും എനിക്ക് കിട്ടിയാൽ ആ വീഡിയോസുകൾ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. അത്രയേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? എൻ്റെ രാധിക മാഡം, ഞാനാകെ 10 കോടിയല്ലേ ചോദിച്ചോളൂ. നിങ്ങൾക്ക് എത്ര കോടിയുടെ ആസ്തിയുണ്ട്? അതിൽ നിന്നും ഒരു 10 കോടി എനിക്ക് തരുന്നതിൽ എന്താ കുഴപ്പം? കിഷോറെ, 10 കോടി എടുക്കാന്നൊക്കെ പറഞ്ഞത് അത്ര നിസ്സാരമുള്ള കാര്യമല്ല. അങ്ങനെ എടുക്കുമ്പോൾ അതിൽ ഗോവിന്ദ് എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിച്ചാൽ അത് പണിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത്. ശരി, ഞാൻ നിങ്ങൾക്ക് സാവകാശം തരാം, പതുക്കെ കണ്ടുപിടിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ അവിടെ നിന്ന് പോവുകയാണ്. കിഷോർ പോയി കഴിഞ്ഞ് വരുൺ ഇനി എന്ത് ചെയ്യും അമ്മേ? എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ നിന്നെ തല്ലിയതല്ലേ, അവന് തിരിച്ചു കൊടുക്കേണ്ട ഒരു ദിവസം നമുക്ക് മുൻപിൽ വരും മോനെ. അന്നേരം കണക്കും പലിശയുടെ പലിശയും ചേർത്ത് അവൻ്റെ കരണടിച്ച് നമുക്ക് തകർക്കാം എന്നും പറയുകയാണ്. അത് കേട്ടത് വരുണും വായെന്നൊഴുകി വരുന്ന ചോര തുടച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദും അയ്യപ്പൻ നായരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞിങ്ങനെ ഗീതു മോളോട് പ്രണയവും പറയാണ്ട് നടന്നാൽ അവസാനം ഗീതു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അയ്യപ്പേട്ട, എനിക്ക് പറ്റുന്നില്ല. അവളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സ് കിടന്ന് പെടപെടാന്ന് വിറയ്ക്കുക. പ്രണയം അവളോട് എങ്ങനെ തുറന്നു പറയോ ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, ഇന്നലെ രാത്രി കുഞ്ഞിനോട് ഞാൻ പറഞ്ഞല്ലേ ഗീതുവിനോട് പ്രണയം തുറന്നു പറയണമെന്ന്. എന്നിട്ടല്ലേ കുഞ്ഞ് മുറിയിലേക്ക് പോയത്. എന്നിട്ടെന്താ അത് പറയാതിരുന്നത്? പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഇതിനൊക്കെ ഒരു സാഹചര്യവും സന്ദർഭമൊന്നും നോക്കണ്ട. അവസരം കിട്ടി അങ്ങ് പറഞ്ഞോണം, ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അയ്യപ്പേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. എന്തായാലും കുഞ്ഞ് പറയുന്നത് പോലെ ഗീതു കുഞ്ഞിനോട് ഇഷ്ടമുണ്ട്. അത് കുഞ്ഞ് ഉറപ്പായിട്ട് തുറന്നു പറഞ്ഞ ഗീതു കുഞ്ഞ് മനസ്സിലാക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. അതെ, ആന പനംപെട്ടതിൻ്റെ കാരണം എന്താ? അത് ആനയ്ക്ക് വയറിന് കേടുണ്ടാവും. അപ്പോൾ ഗോവിന്ദ് കുഞ്ഞാണ് ആന, ഗീതു കുഞ്ഞ് പനംപെട്ട. ഗീതു കുഞ്ഞ് പനംപെട്ടയാവുമ്പോൾ ഗോവിന്ദ് കുഞ്ഞ് ആന അതെന്താ തിന്നാത്തത്? ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വയസ്സാം കാലത്ത് എൻ്റെ വായെന്ന് വല്ലതും കേൾക്കരുത്, മനസ്സിലായോ? അത് കേട്ടതും ഇന്നത്തോടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവസാനിപ്പിക്കും. ഗീതു കുഞ്ഞിനുള്ള പ്രണയം ഞാൻ തുറന്നു പറഞ്ഞിട്ട് ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ നേരെ മുകളിലേക്ക് പോവുക. ഈ സമയം ഗോവിന്ദ് അയ്യപ്പേട്ടൻ ഗീതുവിനോടെല്ലാം തുറന്നു പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലി ഈസി ആവുമല്ലോ. ഗീതുവിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് എങ്ങനെ അറിയും? അയ്യപ്പേട്ടൻ ഗീതുവിനോട് അത് പറയുന്നതൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് കാറിൻ്റെ അടുത്ത് പോയി നിന്ന് കപ്പിൽ വെള്ളം എടുത്ത് ആ കാറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. മുകളിലേക്ക് നോക്കി നിന്ന് അപ്പോൾ ഷിബു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞു കുളിച്ച് ഷിബു എഴുന്നേറ്റ് ഗോവിന്ദനെ നോക്കുക. ഇതെന്താ സാറെന്തിനാ ഇപ്പം എൻ്റെ മേത്തേക്ക് വെള്ളം കോരി ഒഴിച്ചേ?
ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഷോ എൻ്റെ അയ്യപ്പണ്ണ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ഈ അയ്യപ്പണ്ണനെ എങ്ങനെയാ പറയാൻ പോകുന്നതെന്ന് എന്നും പറഞ്ഞ് കാറ് തുടയ്ക്കണ തുണിയെടുത്ത് കാറൊക്കെ തുടയ്ക്കുക. ഷോ ഇങ്ങനെ കാണുന്നുമില്ലല്ലോ, ഇത്രയും തടിയുള്ളതുകൊണ്ട് ഇതുവരെ ഇയാൾ മുകളിലേക്ക് എത്തിയില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഓസ് എടുക്കുകയാണ് വെള്ളം കാറ് കഴുകാനായിട്ട്. അപ്പോഴേക്ക് ഷിബു, അയ്യോ സാർ എന്തിനാ ഇതൊക്കെ കഴുകുന്നേ, ഇതൊക്കെ കഴുകാൻ ഞാനിവിടെ ഇല്ലേ, ഇങ്ങ് കൊണ്ടാ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഓസ് മേടിക്കുക. എൻ്റെ ഷിബു, ഞാനൊരു കാര്യം അയ്യപ്പണ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പറ എങ്ങനെയാ അയ്യപ്പണ്ണൻ്റെ സ്വഭാവം? ഓ ഭയങ്കര പഞ്ചപാവല്ലേ സാറേ. അയ്യപ്പണ്ണനെ രാത്രിയാവുമ്പോൾ 3 പേരെ സഹായിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. പരസഹായിയ, സഹതാപമുള്ള മനുഷ്യനാ. നമ്മളെ സഹായിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് സഹായിക്കും, എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്തു തരും. ആ മനസ്സിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അയ്യപ്പണ്ണന് 100-ൽ 100 മാർക്കാ. എന്തായാലും ഇന്നത്തോടെ അയ്യപ്പണ്ണൻ എൻ്റെ കാര്യം ഓക്കെ ആക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഇത്രയൊക്കെ അയ്യപ്പണ്ണന് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വിശ്വസിച്ച് അയ്യപ്പണ്ണനൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് എങ്ങനെ കുളവാക്കാൻ പറ്റുമോ അങ്ങനെ കുളവാക്കി അയ്യപ്പണ്ണൻ നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും കുളവാക്കിയിട്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചേരും. അത് കേട്ടതും അങ്ങനെ സംഭവിക്കുമോ? ഈശ്വരൻ്റെ പ്രണയം എന്ന് പറഞ്ഞ് ഗോവിന്ദ് നെഞ്ചത്ത് കൈവയ്ക്കുക. ഷിബു, എനിക്കൊരു സിഗരറ്റ് വലിക്കണം. സിഗരറ്റോ? അയ്യോ അത് വേണോ സാറേ? വേണം, ഈ ടെൻഷനാകുമ്പോൾ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും പറയണം. അത് കേട്ടതും എന്നാൽ ഞാനിപ്പം മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ഷിബു അങ്ങ് പോയി. ഷിബു പോയി കഴിഞ്ഞതും നമ്മുടെ ഗോവിന്ദ്, ഈശ്വര അയ്യപ്പൻ നായരെങ്ങാനും കുളവാക്കോ, ഇനി ഗീതുവിനോട് പ്രണയം തുറന്നു പറയാൻ പോയി അയാൾക്ക് അടി കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അയ്യപ്പൻ നായർ മുകളിലെത്തിയതും ഗീതുവിനെ നോക്കി അയ്യപ്പൻ നായർ നിൽക്കുക. ഗീതുവിനെ കണ്ടതും അയ്യപ്പൻ നായർ പറയാനുള്ളതൊക്കെ മറന്നുപോയി. ഈശ്വര ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് വന്നേ? ദൈവമേ, ഗീതു കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പറയണോ എന്നും പറഞ്ഞ് അയ്യപ്പൻ നായർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴേക്കും ഗീതു അത് കണ്ടിട്ട് അയ്യപ്പൻ നായർ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്നും പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴേക്കും രേഖ, ഗീതു എന്താ രേഖേച്ചി, നീ അമ്മയോടും എല്ലാം പറഞ്ഞായിരുന്നോ? എന്താ ചേച്ചി? അല്ല, ഇന്ന് ഭയങ്കര കലിപ്പിലാണ് അമ്മ വരുണേട്ടനെ കൂട്ടി പുറത്തേക്ക് പോയത്. അല്ലെങ്കിലും നീ ഇടയ്ക്കിടയ്ക്ക് അവരെ ചൊറിയാറുണ്ടല്ലോ, അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ രേഖേച്ചി? അത് ഞാനൊന്ന് നന്നായിട്ട് ചൊറിഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് അവർക്ക് സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു. അപ്പോഴേക്കും അയ്യപ്പേട്ടന് ഇതെന്താ പറ്റിയേ? കുറേ നേരമായല്ലോ സർക്കിറ്റ് നടത്തുന്നേ, എന്താ അയ്യപ്പേട്ട പറ്റിയേ? അയ്യപ്പേട്ടന് വല്ല പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? അല്ല അയ്യപ്പേട്ടന് വല്ല ആവശ്യമുണ്ടോ? പൈസയുടെ ആവശ്യം? എനിക്കൊരാവശ്യമില്ല. അയ്യപ്പേട്ടന് വല്ല അസുഖമുണ്ടോ? എനിക്കൊരസുഖമില്ല. അല്ല വല്ല മാനസിക രോഗം? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മെൻ്റലാണോന്നല്ല, മനസ്സിൽ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടോയെന്നാണ് ചോദിച്ചത്. എനിക്കൊരു പ്രശ്നമില്ല. പ്രശ്നമുള്ളത് എൻ്റെ ആനയ്ക്കാ. അത് കേട്ടത് ആനയ്ക്കോ? എന്തു പറ്റി? എൻ്റെ ആനയ്ക്ക് ഒരു വലിയ രോഗമാണ്. ആനയ്ക്ക് വലിയ രോഗമോ? അതെ, എന്ത് ചെയ്യാനാ? ആനകൾക്ക് വരുന്ന രോഗം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ആനയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്നാ എൻ്റെ പേടി. അയ്യപ്പേട്ടന് എന്തൊക്കെയാ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാവില്ല, കുഞ്ഞിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അസുഖം എൻ്റെ ആനയ്ക്കാണല്ലോ. അതെ, ഷിബ് പറഞ്ഞതുപോലെ അയ്യപ്പൻ നായർ എല്ലാം കുളവാക്കുക. ഈ സമയം ഗീതു രേഖയും കൂടെ മാറി മാറി ചോദിക്കുക, എന്താ അയ്യപ്പേട്ടൻ എന്താ പറ്റിയേ? ആനകൾക്ക് വരുന്ന എന്ത് രോഗമാണ് ആനയ്ക്ക് വന്നിരിക്കുന്നത്? എൻ്റെ ആനയല്ല. പിന്നെ ആനയല്ലെങ്കിൽ പിന്നെ അത് എൻ്റെ ആനയെന്ന് പറയുന്നത് ഗോവിന്ദ് കുഞ്ഞാ. ഞാനാ ഗോവിന്ദ് കുഞ്ഞിൻ്റെ പാപ്പാൻ. അത് കേട്ടതും ഗോവിന്ദേട്ടൻ എന്താ പറ്റിയേ എന്നും രേഖയുടെ ചോദ്യം. അപ്പം ഗീതു, എന്താ അയ്യപ്പേട്ട, കണ്ണേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ? ഇത്രയും പറഞ്ഞു, ഇനി അങ്ങോട്ട് പുറത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് വലിയ രോഗമാണ്, മാരക രോഗം. അത് കേട്ടതും ഈശ്വര, എൻ്റെ കണ്ണേട്ടന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പം എന്താ അയ്യപ്പേട്ട ഇങ്ങനെ പറയുന്നേ? എന്ത് പറയാനാ കുഞ്ഞെ? അത് ഞാനായിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. കുഞ്ഞ് തന്നെ നേരിട്ട് വന്ന് ചോദിക്ക്, കണ്ണേട്ടന് എന്താ പറ്റിയെന്ന് നേരിട്ട് വന്ന് ചോദിക്ക് എന്നും പറയുക. അയ്യപ്പേട്ട സത്യം പറ, എൻ്റെ കണ്ണേട്ടന് എന്താ അസുഖം? ഞാൻ പറഞ്ഞല്ലോ, അത് ഒരിക്കലും മാറാത്ത അസുഖം. ഇനി കയ്യിൽ നിന്ന് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വര, ഗോവിന്ദേട്ടന് എന്താ പറ്റിയേ? ഭഗവാനെ, നല്ല മനുഷ്യനാ, ഗോവിന്ദേട്ടന് ഒരാപത്ത് സംഭവിക്കരുത്. എൻ്റെ കണ്ണേട്ടന് എന്തായാലും പറ്റിയാലുണ്ടല്ലോ ഞാനത് സഹിക്കില്ല എന്നും പറഞ്ഞ് ഗീതു. എന്നാൽ പോയി നേരിട്ട് ചോദിക്കൂ കുഞ്ഞെ. ഈശ്വര, ഇവരുടെ ഈ കൂടിക്കാഴ്ചയിലെങ്കിലും
രണ്ടുപേരും ഒന്നാവണേ, ഇവരുടെ മനസ്സിലുള്ള പ്രണയങ്ങളെല്ലാം ഇവർ തുറന്നു പറയണേ എന്നും അയ്യപ്പൻ നായർ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഈ സമയം അയ്യപ്പേട്ട എന്താ ആലോചിക്കുന്നേ? ഞാനൊന്നും ആലോചിക്കുന്നില്ല. കുഞ്ഞ് നേരെ ചെല്ല്, ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ല്. അത് കേട്ടതും ഗീതു അയ്യപ്പനെ നോക്കുക. ചെല്ല് കുഞ്ഞെ. ശരി അയ്യപ്പേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോകാൻ ഒരുങ്ങണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.